പെട്ടെന്ന് മാനസികമായി തളർന്നു പോകുന്നവരും ക്ഷീണിച്ചു പോകുന്നവരും ബലം കുറഞ്ഞവരും ഇന്നു പകൽ യേശുവിനോടുകൂടെ നടക്കാൻ ശീലിക്കണം. യേശുവിനോടുകൂടെ അല്പസമയം ചെലവഴിക്കണം. അങ്ങനെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനതയിൽ ദൈവശക്തി വ്യാപരിക്കും. അങ്ങനെ നിങ്ങൾ യേശുവിനോട് കൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളൊക്കെ അവൻ കെട്ടും. നിങ്ങളുടെ പ്രകൃതി അറിയുന്നവൻ്റെ കൂടെ നിങ്ങൾ നടക്കണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിയുന്നവൻ്റെ കൂടെ നിങ്ങൾ നടക്കണം. നിങ്ങളെ മനസ്സിലാക്കുന്നവൻ്റെ കൂടെ നിങ്ങൾ നടക്കണം. നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളവൻ്റെ കൂടെ നിങ്ങൾ നടക്കണം. നിങ്ങളെ നരയ്ക്കുമ്പോളം ചുമക്കാമെന്ന് പറയുകയും ചുമക്കുകയും ചെയ്യുന്നവൻ്റെ കൂടെ നിങ്ങൾ നടക്കണം. അധിക സമയം നടക്കണം. എപ്പോഴും നടക്കാൻ മനസ്സ് വയ്ക്കണം. അങ്ങനെ നിങ്ങൾ നടന്നാൽ നിങ്ങൾ ഇന്ന് ക്ഷീണിച്ചു പോകുന്ന മേഖലകളിൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഇന്നത്തെ നിങ്ങളുടെ വീഴ്ചകളെ ദൈവം പണിയും. നിങ്ങളുടെ കാലുകൾക്ക് മാൻപേട കാൽ പോലെ വേഗത നൽകി നിങ്ങളെ ഗിരികളിൽ ദൈവം നിർത്തും. എന്നാൽ ചിലപ്പോഴൊക്കെ ചിലരെങ്കിലും മനുഷ്യരുടെ സ്നേഹം തേടി മനുഷ്യരുടെ ഒരു താങ്ങ് ആഗ്രഹിച്ച് മനുഷ്യരോട് കൂടെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നാളെ ഓക്കെ ആകണമെന്നില്ല. 24 മണിക്കൂർ മയങ്ങാതെ ഉറങ്ങാതെ നിങ്ങളെ നോക്കിയിരിക്കാനും നിങ്ങളെ കരങ്ങളിൽ വഹിക്കാനും മനുഷ്യന് കഴിയുമോ? കഴിയില്ല. നിങ്ങൾ നോക്കേണ്ടത് യേശുവിനെയാണ്. അവന് മാത്രമേ ഈ ഓട്ടം പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സമയം വരെയും നിങ്ങളുടെ കൂടെ വരാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ സഹായിക്കും എന്നൊക്കെ ഇന്ന് പകൽ നിങ്ങൾക്ക് തോന്നുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകാം. എന്തുകൊണ്ടുണ്ടാകുന്നു? അവരൊക്കെ മനുഷ്യരാണ്. അവരൊക്കെ പരിമിതിയുള്ളവരാണ്. സഹായിക്കുന്നതിൽ പരിമിതിയുണ്ട്. നിങ്ങളെ അറിയുന്നതിൽ പരിമിതികളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതിൽ പരിമിതികളുണ്ട്. നിങ്ങളങ്ങനെ മനുഷ്യരിൽ ആശ്രയിക്കരുത്. എന്ന് വെച്ച് മനുഷ്യരോട് കൂട്ടായ്മ വേണ്ടെന്നല്ല, മനുഷ്യരെ വിട്ട് നടക്കണമെന്നല്ല. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ യേശുവിനോട് കൂടെ നടന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊരു സ്നേഹമാണ്. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. നിങ്ങൾ ഒരു ആശ്വാസത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊരു സ്നേഹമാണ്, ആശ്വാസമാണ്. നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ നിങ്ങൾ യേശുവിനോട് കൂടെ നടക്കണം. അവൻ നിൻ്റെ കുറവ് കാണുന്നുണ്ട്, നിൻ്റെ ക്ഷീണം കാണുന്നുണ്ട്. അവൻ കുറവ് തീർത്തു പണിയുന്ന ദൈവമാണ്. അവൻ നിന്നെ പണിയാൻ തുടങ്ങിയാൽ, അവൻ്റെ സാന്നിധ്യം നിന്നെ ശക്തിപ്പെടുത്താൻ തുടങ്ങിയാൽ നിനക്ക് മനുഷ്യരുടെ കൈ പിടിക്കാം, മനുഷ്യരുടെ കൂടെ നടക്കാം. മനുഷ്യരിൽ ആശ്രയിക്കാൻ വേണ്ടിയല്ല, യേശു നിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ബലം ക്ഷീണിച്ചിരിക്കുന്നവരുടെ മേലൊന്ന് പകരാൻ വേണ്ടി, തളർന്നിരിക്കുന്ന കരങ്ങളെ ഒന്ന് പിടിക്കാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഇപ്പോൾ നിനക്ക് യേശുവിൻ്റെ ചൂട് ആവശ്യമാണ്. അല്പനേരം ഒന്ന് വേറിട്ടിരിക്കാമോ? വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.